വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ 30കളിലോ 40കളിലോ കടന്നുപോയ ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. തബീഥ, നിങ്ങൾക്കറിയാവുന്നയാളാണ്. പേടമാൻ. പത്രോസിനൊക്കെ പ്രിയപ്പെട്ടയാൾ, ഒരു തുന്നൽക്കാരിയായിരുന്നു. അവൾ കടന്നുപോയ ശേഷം അവളുടെ മൃതശരീരം വീട്ടിലെ ഉൾമുറിയിൽ വെള്ള പുതപ്പിച്ച് കടത്തി കൂട്ടുകാരികളും തൻ്റെ പ്രാണസൗഹൃദങ്ങളുമൊക്കെ അടുത്തിരുന്ന് വിലാപം പാടുന്നൊരു രംഗമുണ്ട്. ഉൾമുറിയിലേക്ക് പത്രോസ് കയറി വരുമ്പോൾ തബീഥ തങ്ങളോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ തുന്നിക്കൊടുത്ത വസ്ത്രങ്ങളും കുപ്പായങ്ങളും ഉയർത്തിപ്പിടിച്ച് അവളെക്കുറിച്ച് ഓർത്ത് കരയുന്നൊരു രംഗമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്ത് ശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ദാമ്പത്യത്തിൻ്റെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ മുന്നോട്ടുള്ള ഗതിയിൽ നമുക്ക് ശേഷിപ്പിക്കാനുള്ളത് അവശേഷിപ്പുകളാണോ തിരുശേഷിപ്പുകളാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. തബീഥ ഒരു തുന്നൽക്കാരിയായിരുന്നു. ഒരു തുന്നൽക്കാരിക്ക് പറയാനുള്ളത് ചേർത്ത് പിടിക്കലിൻ്റെ 2000 ചേർത്ത് വെച്ച് കെട്ടിയതിൻ്റെ കഥകളാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മുറിച്ചു മാറ്റിയ ബന്ധങ്ങളെക്കുറിച്ചാണോ, ചേർത്ത് പിടിച്ച സൗഹൃദങ്ങളെക്കുറിച്ചാണോ നമ്മുടെ പരിസരങ്ങൾക്ക് പറയാനുണ്ടാവുക? ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഇസഹാക്കിൻ്റെ ജീവിതമുണ്ട്. ഏശാവ് വേട്ടയിറച്ചി പാകം ചെയ്ത് കൊണ്ടുവരുമ്പോൾ, അപ്പാ നീ ഒരനുഗ്രഹവും ബാക്കി വച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രതാപിയായ ഇസഹാക്കിനോട് സമ്പത്തല്ല, പൊന്നും പണവും പണ്ടങ്ങളുമല്ല, അറ്റ്ലീസ്റ്റ് വൺ ബ്ലെസ്സിങ്, എനിക്ക് ബാക്കി വെച്ച സുഹൃതങ്ങളൊന്നുമില്ലേ? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അടുത്ത തലമുറ നമ്മളോട് ചോദിക്കുന്നത് ജീവിതത്തിൻ്റെ നേട്ടങ്ങളുടെയും പടയോട്ടങ്ങളുടെയും ബാക്കി പത്രങ്ങളാണോ, ചില അനുഗ്രഹങ്ങളും സുഹൃതങ്ങളുമാണോ? സത്യത്തിൽ ശേഷിപ്പിക്കാൻ എന്തുണ്ട്? ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ, ഒരു വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ, ഒരു സൗഹൃദം തുടങ്ങുമ്പോൾ തുടക്കത്തിൽ അതിനോട് പുലർത്തിയിരുന്ന മമതയും അതിൻ്റെ ഊഷ്മളതയും അതിൻ്റെ സ്നേഹത്തിൻ്റെ ഗ്രാവിറ്റിയും ഒക്കെ വഴിയിലെപ്പോഴോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നവരാണ്. റെബേക്ക അവസാനത്തോളം ഇസഹാക്കിന് പ്രിയപ്പെട്ടവളായിരുന്നില്ലല്ലോ, തുടക്കത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ തണുത്തുപോയ സ്നേഹത്തിൻ്റെ ഇരകളാണ് നാം. മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, ഒരു കൂരയ്ക്ക് കീഴെയുള്ളവർ. നമ്മെക്കൊണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ നേടിയിട്ടും എന്താണ് കാര്യം? നാം മറന്നു പോകരുതാത്തൊരു കാര്യമാണ് കാനാവിലെ അവസാനത്തെ പന്തി. അവസാനത്തെ പന്തിയിൽ ഏറ്റവും നല്ലത് വിളമ്പുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അവസാനത്തോളം നല്ലത് വിളമ്പാൻ തബീഥ അവശേഷിപ്പിച്ച തിരുശേഷിപ്പുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ബാക്കിയാകാൻ, നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുന്ന സുഹൃതങ്ങളുടെ കണികകൾ വർഷിപ്പാൻ നമുക്കിടയാകുമോ? നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ സ്വർഗ നരകങ്ങൾ നമ്മുടെ കയ്യിലാണ്. ഒരേ താക്കോൽ തന്നെയാണ് സ്വർഗത്തിനും നരകത്തിനും. നാം അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, നാം എല്ലാം കടന്നു പോകും. നമുക്ക് തിരുശേഷിപ്പുകൾ ശേഷിപ്പിക്കാൻ, ചേർത്ത് പിടിച്ച തുന്നിക്കെട്ടിയ ബന്ധങ്ങളുടെ കഥകൾ, മുറിച്ചു മാറ്റിയ വിഭാഗീയതയുടെ കഥകളല്ല, തബീഥ എന്ന തുന്നൽക്കാരിയെപ്പോലെ ചേർത്ത് പിടിച്ച ബന്ധങ്ങളുടെ കഥകൾ നമ്മുടെ പരിസരങ്ങൾ ഉറക്കെ വിളിച്ചു പറയട്ടെ. അവൾ ഉണ്ടായിരുന്നെങ്കിൽ, അയാൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് കാലം പറയട്ടെ.